ഹായ് വേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. മനീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബിസ്ക്കറ്റാണ്. ഗോതമ്പ് പൊടിയും റവയും വെച്ച് നമുക്ക് ബിസ്ക്കറ്റ് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ കുട്ടികൾക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കുന്നത്, നമുക്കിത് വീട്ടിൽ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളത് ട്രൈ ചെയ്യണം. നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ബൗള് ഗോതമ്പ് പൊടി, അതുപോലെ ഒരു ബൗള് റവ, രണ്ടും ഒരേ സെയിമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നട്ട്സ് അതിനകത്ത് വെച്ചിടാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മിൽക്ക് മെയ്ഡ്, ഇച്ചിരി കളറും ചേർക്കാം, മഞ്ഞ കളർ. പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വറുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വെച്ച ഗോതമ്പ് പൊടി നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്കിനി തീ ഓഫ് ചെയ്യാം. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്താൽ മതി. ഇപ്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഒരു സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് മിക്സ് ചെയ്തെടുക്കുക. ഇത് രണ്ടും പിന്നെ ഗോതമ്പ് പൊടിയും റവയും എന്നിട്ട് ഈ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ നട്ട്സ് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന നല്ലതാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ പൊടിച്ച് ചേർക്കണം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നതുകൊണ്ട് പഞ്ചസാര ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഇളക്കി ഇതൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് മഞ്ഞക്കളറിനെ തുള്ളി ഇതിനകത്ത് ചേർക്കുവാണ്. ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ ഒരു കളറിന് വേണ്ടി ഇപ്പം ചേർക്കുന്നുണ്ട്. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് വേണം ഇത് പരുവത്തിനെടുക്കണം. കുറേശ്ശെ ഒഴിച്ച് വേണം കുഴയ്ക്കാൻ. മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചതേ ഉള്ളൂ. പാലൊഴിക്കുന്നതാണ് നല്ലത്. പാൽ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇവിടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5 മിനിറ്റ് ഇത് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. നമ്മുടെ മാവ് 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. കുറച്ച് ഉരുട്ടിയെടുക്കണം. ഇങ്ങനെ പരത്തുക. ഷേപ്പ് കൊടുക്കണം. വട്ടത്തിലോ അല്ല എന്ത് ഷേപ്പാണെങ്കിലും കുഴപ്പമില്ല. കൊടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക. ഞാൻ ഈ ഫോർക്ക് വെച്ച് ഇങ്ങനെ കുത്തുവാണ് ഡിസൈൻ കൊടുക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്യാം. വേണ്ട അതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം.
ബിസ്ക്കറ്റെല്ലാം നമ്മളിവിടെ പരത്ത് റെഡിയാക്കി ഷേപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് രീതിയിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിന്ന് എണ്ണയ്ക്കകത്തൊന്ന് വാർത്തെടുക്കാം. ഞാൻ പാന സ്റ്റൗവേ വെച്ചിട്ടുണ്ട്. നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒത്തിരി ഒഴിച്ചൊന്നും എടുക്കണ്ട. മുങ്ങിക്കിടക്കാനും മാത്രമുള്ള എണ്ണ മതി. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കാം. ചെറിയ തീ വേണം ഇടാൻ, അല്ലെങ്കിൽ കരിയും. തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് കരിയാൻ സാധ്യതയുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റെസിപ്പി ഒന്നുകൂടെ ഞാൻ പറയാം. ഗോതമ്പ് പൊടിയും റവയും കൂടെ എടുക്കണം. സമയം എടുത്താൽ മതി. പിന്നെ പാല് ഞാൻ മിൽക്ക് മെയ്ഡ് ചേർത്ത് പാല് ചേർത്താലും മതി. പാല് ചേർക്കുന്നവർ പഞ്ചസാരയും കൂടെ ചേർക്കണം. പിന്നെ തേങ്ങാപ്പാലോ തേങ്ങ ഇട്ടാലും കൊള്ളാം. ഞാൻ തേങ്ങ ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ എണ്ണ ഉപയോഗിച്ചാലും മതി. ഞാൻ പക്ഷേ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒഴിക്കുക. എണ്ണയോ നെയ്യോ ഒഴിക്കണം. ഇളക്കി എല്ലാം റെഡിയാക്കി ഉരുട്ടിയെടുത്തിട്ട് 5 മിനിറ്റ് നമ്മളിത് കുഴച്ച് വെക്കണം. വെച്ചിട്ട് നമ്മൾ പിന്നെ ഉരുട്ടി പരത്തി നമ്മൾ ഷേപ്പാക്കി നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ആ എണ്ണയ്ക്ക് അത് വറുത്തെടുക്കുക. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം.